അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് താരീഖിലെ 4ാമത്തെ ചാപ്റ്ററായ ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് അഥവാ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലം, ആ കാലത്തുണ്ടായ നേട്ടങ്ങള്, ആ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഭാഗം ശ്രദ്ധിക്കട്ടോ. ഹിജ്റ 13 മുതൽ 23 വരെ നീണ്ട 10 വർഷമായിരുന്നു ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലം. അതായത് ഉമർ റളിയല്ലാഹു ഭരിച്ചത് 10 വർഷമാണ്. അഥവാ ഹിജ്റ 13 മുതൽ ഹിജ്റ 23 വരെ, അങ്ങനെ 10 വർഷമാണ് ഉമർ റളിയല്ലാഹു ഭരിച്ചത്. വലിയ നേട്ടങ്ങളും മുന്നേറ്റങ്ങളും ആ കാലത്ത് ഉണ്ടായി. അപ്പൊ ഉമർ റളിയല്ലാഹു ഭരിച്ച കാലത്ത് ഒരുപാട് നേട്ടങ്ങളും മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്. ആദ്യമായി സൈനിക രജിസ്റ്റർ സംവിധാനം കൊണ്ടുവന്നതും ബൈത്തുൽ മാല്, ധാന്യ സംഭരണശാലകൾ തുടങ്ങിയവ സ്ഥാപിച്ചതും ഹിജ്റ കലണ്ടർ തുടങ്ങിയതും ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ്. അഥവാ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്താണ് ആദ്യമായിട്ട് സൈനിക രജിസ്റ്റർ ആരംഭിച്ചത്. അതുപോലെ തന്നെ ബൈത്തുൽ മാൽ ഉണ്ടായത്, ധാന്യ സംഭരണശാലകൾ ഉണ്ടായത്, അതുപോലെ ഹിജ്റ കലണ്ടർ ഉണ്ടായത്. ഇതൊക്കെ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്താണ്. അഹ്ലു കിതാബുകാരിൽ നിന്ന് പാവപ്പെട്ടവർക്ക് നികുതി ഒഴിവാക്കി കൊടുക്കുകയും അവർക്ക് പൊതുഖജനാവിൽ നിന്ന് പണം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് നടന്ന കാര്യങ്ങളാണ് ട്ടോ. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന നഗരങ്ങളായ കൂഫയും ബസറയും നിർമ്മിച്ച് ഉമർ റളിയല്ലാഹു നഗരവൽക്കരണം കൊണ്ടുവന്നു. അപ്പൊ നഗരവൽക്കരണം കൊണ്ടുവന്ന ആരുടെ കാലത്താണ്? ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ്. യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും വഴിയരികിൽ ജലഭക്ഷണ ലഭ്യത ഉറപ്പുവരുത്തുന്നതിലും ഖലീഫ വലിയ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു ഭരിക്കണ കാലത്ത് തന്നെ ആ നാട്ടില് യാത്രക്കാർക്ക് കുടിക്കാൻ കുടിവെള്ളം, അതുപോലെ ഭക്ഷണശാലകളൊക്കെ ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നർത്ഥം. നമ്മളൊക്കെ ഒരു ബൈക്കിൽ കൂടി യാത്ര പോകുമ്പോൾ അവിടെ കാണില്ലേ കുടിവെള്ളം എന്നൊക്കെ കാണില്ല ചില സ്ഥലങ്ങളില്. അതൊക്കെ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ ഉണ്ട്. അടുത്ത പാരഗ്രാഫ് നോക്കട്ടോ. ഇസ്ലാമിക രാഷ്ട്രം വികസിക്കാൻ ഉമർ റളിയല്ലാഹുവിന്റെ മുന്നേറ്റങ്ങൾ കാരണമായി. അപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ മുന്നേറ്റങ്ങളുടെ കാരണമായിട്ട് ഒരുപാട് ഇസ്ലാമിക രാഷ്ട്രം എന്തായി? വികസിച്ചു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തുടങ്ങിയ അനുഭവസമ്പന്നരായ സ്വഹാബികളെയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് അയച്ചിരുന്നത്. എന്നാൽ യുദ്ധങ്ങൾ ഒഴിവാക്കി സാധ്യമായിടത്ത് സുൽഹിന് ആയിരുന്നു മുൻഗണന നൽകിയിരുന്നത്. അഥവാ സുൽഹ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കാണാം ബ്രാക്കറ്റില് സമാധാന കരാറ്, യുദ്ധം നടത്താതെ എന്തെങ്കിലും ഒത്തുതീർപ്പാക്കിയിട്ട് പിരിയണ രൂപം, സമാധാനമായിട്ട് കരാറുണ്ടാക്കുക. ആ രൂപത്തിലേന്നു പരമാവധി മുൻഗണന കൊടുത്തിരുന്ന അതിനേന്നു, അഥവാ യുദ്ധം നടത്താതെ സുൽഹ് ചെയ്യാനേന്നു മുൻഗണന കൊടുത്തിരുന്നത്. പേർഷ്യ, അതായത് ഇറാന്, ഇറാഖ്, ഷാമ്, സിറിയ, ഫലസ്തീന്, ജോർദാന്, ലബനാന്, ഈജിപ്ത് തുടങ്ങിയ പ്രദേശങ്ങൾ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന് കീഴിൽ വന്നവയാണ്. യർമൂക്ക് യുദ്ധത്തിലൂടെ റോമക്കാരെ പരാജയപ്പെടുത്തി. അപ്പൊ ഏത് യുദ്ധത്തിലാണ് റോമക്കാരെ പരാജയപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ യർമൂക്ക് യുദ്ധത്തിൽ ട്ടോ. സിറിയയും ഫിലസ്തീനും മുസ്ലിം ഭരണത്തിന് കീഴിലാക്കി. ഖാദിസിയ്യ യുദ്ധത്തിൽ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പേർഷ്യക്കാർക്ക്, അതായത് പേർഷ്യക്കാരെന്ന് പറഞ്ഞാല് സാസാനിയൻസ് എന്നിട്ട് ഓൽക്ക് അങ്ങനെയും പേര് പറയും, പേർഷ്യക്കാർക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ച് ഇറാഖ് ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവന്നു. പിന്നാലെ പേർഷ്യൻ തലസ്ഥാനമായ മദാഇൻ മുസ്ലിങ്ങളുടെ അധീനതയിലായി. അങ്ങനെ മദാഇൻ എന്ന പ്രദേശം മുസ്ലിങ്ങൾ എന്തായി? കീഴടക്കി എന്നർത്ഥം. ഹിജ്റ 20-ൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഈജിപ്തും ഇസ്ലാമിക ഭരണത്തിന് കീഴിലായി. അപ്പൊ ഈജിപ്ത് കീഴടക്കിയത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? അംർ ഇബ്നുൽ ആസിന്റെ നേതൃത്വത്തിലായിരുന്നു ട്ടോ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു: അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക വജ്അൽ മൗതി ഫീ ബലദി റസൂലിക. അല്ലാഹുവേ, എന്നെ നീ നിന്റെ റസൂലിന്റെ നാട്ടിൽ ഷഹീദായി മരിപ്പിക്കണമേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഒരു ദിവസം സുബഹി നിസ്കരിച്ചു കൊണ്ടിരിക്കെ അബൂ ലുഅ്ലുഅ എന്ന ശത്രുവിന്റെ വെട്ടേറ്റായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു മരിച്ചതെന്നാണ്? എങ്ങനെയാണ്?
ശത്രുവിന്റെ വെട്ടേറ്റിട്ടാണല്ലോ അല്ലെ. ആരാണ് ഉമർ റളിയല്ലാഹുവിനെ വെട്ടിയ ആള്? അബൂ ലുഅ്ലുഅ. അദ്ദേഹം ഏത് സമയത്താണ് ഉമർ റളിയല്ലാഹുവിനെ വെട്ടിയത്? സുബഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലായിരുന്നു വെട്ടിയത്. ആ രൂപത്തിലൊക്കെ മനസ്സിലാക്കി പഠിക്കട്ടോ. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണ നേട്ടങ്ങൾ സംഗ്രഹിക്കാം, അതായത് ചുരുക്കി പറയാം. താഴെയുള്ള ബോക്സിൽ നോക്കിയാൽ വളരെ ചുരുക്കി ലളിതമാക്കി കൊടുത്തു നമുക്ക് മനസ്സിലാക്കാൻ കേട്ടോ. ഫസ്റ്റ് കോളത്തിന് മുകളിൽ സാമൂഹികം കാണാം, അഥവാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സാമൂഹികമായ നേട്ടങ്ങളാണ് ഭക്ഷ്യസുരക്ഷ, അതുപോലെ യാത്രാ സൗകര്യങ്ങൾ. ഉമർ റളിയല്ലാഹുവിന്റെ സാംസ്കാരികമായ നേട്ടങ്ങളാണ് ഹിജറ കലണ്ടർ, ഭരണ സംവിധാനങ്ങൾ. ഉമർ റളിയല്ലാഹുവിന്റെ രാഷ്ട്രീയമായ നേട്ടങ്ങളാണ് രാഷ്ട്രവികാസം, സൈനിക നീക്കങ്ങൾ. ഇതൊക്കെ ഉമർ റളിയല്ലാഹുവിന്റെ നേട്ടത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ബൈത്തുൽ മാൽ ഉമർ റളിയല്ലാഹുവിന്റെ നേട്ടങ്ങളിൽ പെട്ടെന്നുള്ളത്. ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അടുത്ത ബോക്സിൽ പറയുന്നത്. എന്താണ്? പൊതുഖജനാവ്. പൊതുഖജനാവിനാണ് അറബിയിൽ ബൈത്തുൽ മാൽ എന്ന് പറയുന്നത് കേട്ടോ. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാല് മുൻ വേദക്കാരായ ആളുകൾ. സുൽഹ് എന്ന് പറഞ്ഞാൽ സമാധാന കരാറ്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഇൻഷാ അള്ളാ ഇനി നമുക്ക് പാഠഭാഗത്തിലെ തദ്രീബാത്തും അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ഈ പാഠഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ട്ടോ. ഇനി നമുക്ക് പുസ്തകത്തിലെ തദ്രീബാത്ത് നോക്കട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരം എഴുതുക. ആദ്യം സൈനിക രജിസ്റ്റർ സംവിധാനം കൊണ്ടുവന്നത് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ചോദ്യമാണ്, ഹിജറ കലണ്ടർ തുടങ്ങിയത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. അതൊക്കെ നമ്മൾ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണ നേട്ടങ്ങളിൽ പഠിച്ച കാര്യങ്ങളാണല്ലോ. മൂന്നാമത്തെ ചോദ്യമാണ്, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഈജിപ്ത് കീഴടക്കിയത് ആരാണ്? അംർ ഇബ്നുൽ ഹാസ് റളിയല്ലാഹു അൻഹു. ഇനി ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഖാദിസിയ്യ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച ശത്രുവിന്റെ പേരെന്താണ്? അബൂ ലുഅ്ലുഅ. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു എത്ര വർഷം ഭരണം നടത്തി? എത്ര വർഷാണ്? 10 വർഷം അല്ലേ, നമ്മൾ പഠിച്ചതല്ലേ. ഇനി പുസ്തകത്തിലെ അടുത്ത വർക്ക് നോക്കട്ടോ. ശരി ഉത്തരം കണ്ടെത്തുക. അത് ഓപ്ഷൻ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് നടന്ന യുദ്ധം ഏതാണെന്നുള്ളതാണ്. ഏതാണ്? ഖാദിസിയ്യ യുദ്ധം ട്ടോ. ഓപ്ഷൻ എ ആണ്, അഥവാ ജീം ആണ് അതിന്റെ ആൻസർ ട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളത്. 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ എന്താണ്? യർമൂക്ക് യുദ്ധത്തിലൂടെ മുസ്ലിങ്ങൾ റോമക്കാരെ പരാജയപ്പെടുത്തി. അത് ശരിയല്ലേ? ശരിയാണ്. കൊടുത്തിരിക്കണം എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു ഹിജറ 13 മുതൽ 33 വരെ ഭരണാധികാരിയായിരുന്നു. അതെന്താ? 23 വരെ ഭരണാധികാരിയായിരുന്നു. അതെന്താണ്? കറക്റ്റ് ആൻസർ ആണല്ലേ, അതിലൊന്നും തെറ്റില്ലല്ലോ. ഇനി ജീം കൊടുത്തിരിക്കണം, അഹ്ലു കിതാബുകളിൽ നിന്ന് പാവപ്പെട്ടവർക്ക് നികുതി ഒഴിവാക്കി കൊടുത്തില്ല. അങ്ങനെയാണ് പുസ്തകത്തിലല്ലോ, ഒഴിവാക്കി കൊടുത്തു എന്നല്ലേ. അപ്പൊ ആ പ്രസ്താവനയാണ് തെറ്റ്. ബാക്കി 2 പ്രസ്താവന എന്താണ്? ശരിയാണ് ട്ടോ. ആ രൂപത്തിൽ പഠിക്കുക. അടുത്ത പ്രവർത്തനാണ്, മൂന്നാമത്തെ പ്രവർത്തനാണ് പൂരിപ്പിക്കുക എന്നുള്ളത്. അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദത്തൻ ഡാഷ്. എന്താണ്? ഫീ സബീലിക വജ്അൽ മൗതി ഫീ ബലദി റസൂലിക സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഉമർ റളിയല്ലാഹു ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞങ്ങാണ്ട് കൊടുത്തിരുന്നല്ലോ പുസ്തകത്തിൽ. അപ്പൊ അത് കാണാതെ പഠിക്കട്ടോ. ഇനി കുറച്ച് എക്സ്ട്രാ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 2 വീതം എഴുതുക. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സാമൂഹികമായ ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ്. ഒന്നാമത്തെ എന്താണ്? ഭക്ഷ്യസുരക്ഷ, അതുപോലെ യാത്രാ സൗകര്യങ്ങള്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഉമർ റളിയല്ലാഹു അൻഹു നിർമ്മിച്ച ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന നഗരങ്ങൾ ഏതൊക്കെയാന്നുള്ളത്. അതിൽ നിന്ന് 2 എഴുതാനാണ്. ഏതൊക്കെയാണ്? കൂഫ, ബസറ. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സാംസ്കാരികമായ ഭരണ നേട്ടങ്ങളിൽ നിന്ന് 2 എഴുതുക. ഒന്ന് ഹിജറ കലണ്ടർ, അതുപോലെ തന്നെ രണ്ടാമത്തത് ഭരണ സംവിധാനങ്ങള്. അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്, ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് അയച്ചിരുന്ന അനുഭവ സമ്പന്നരായ സ്വഹാബികളിൽ നിന്ന് 2 ആൾക്കാരുടെ പേര് എഴുതാനാണ്. ആരൊക്കെയാണ്? പാഠം വായിച്ചപ്പോ പറഞ്ഞല്ലോ, ആരൊക്കെയായിരുന്നു? ഖാലിദ് ഇബ്നു വലീദ്, അതുപോലെ തന്നെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഇനി 5-മത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രാഷ്ട്രീയമായ ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാന്നുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് രാഷ്ട്രവികാസം, അതുപോലെ തന്നെ രണ്ടാമത്തത് സൈനിക നീക്കങ്ങള്.
ഈ രൂപത്തിലൊക്കെ ഈ പാടത്തുനിന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസോ പൂരിപ്പിക്കാനൊക്കെ വരാന് ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ക്ലാസ് മനസ്സിലായാൽ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.